ഭക്ഷണത്തിന്റെ കാര്യത്തിൽ യാതൊരു കോംപ്രമൈസും വിട്ടുവീഴ്ചയില്ലാത്ത ഒരു നാടാണ് നമ്മുടെ സ്വന്തം കോഴിക്കോട്. അങ്ങനെ വരുമ്പോൾ ആ ഭാഗത്തോട്ട് പോയില്ല എന്നുണ്ടെങ്കിൽ അതിന്റെ കുറവ് നമ്മുടെ മലപ്പുറത്തേക്ക് തന്നെയാണ്. വെൽക്കം ടു നമ്മുടെ അപ്ഡേറ്റ് ചെയ്ത മലപ്പുറം KSRTC ബസ് സ്റ്റാൻഡിലേക്ക്. പൊന്നാര മക്കളെ ഇവിടൊക്കെ ആകെ മാറിക്കണു, എന്താ പറ്റിയെന്ന് അറിയില്ല. നമ്മുടെ മലപ്പുറത്തെ സ്റ്റാൻഡൊക്കെ അതുക്കും വേറെ ലെവലായിക്കണം. സമയം ഏകദേശം ഒരു ഉച്ചമുക്കലായി തുടങ്ങി. ഒരു 10 മിനിറ്റ് ആയപ്പോഴേക്കും നമ്മുടെ കോഴിക്കോട്ടേക്കുള്ള ബസ് സെറ്റ്. ഒരു നൊസ്റ്റാൾജിയ ഫീൽ അടിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ബസ്സിൽ കയറി യാത്ര ചെയ്യുന്നത്. ഇഞ്ചിമുട്ടായി കണ്ടപ്പോൾ അതങ്ങോട്ട് വാങ്ങി ബസ്സിന്റെ സൈഡിലേക്ക് ഇരുന്ന് കാറ്റ് കൊണ്ട് തിന്നങ്ങോട്ട് പോയി. കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ മലപ്പുറം എയർപോർട്ടിലേക്ക് ഇറങ്ങാൻ പോകുന്ന ഫ്ലൈറ്റും കണ്ടു. ഒരു 1.5 മണിക്കൂറിന് ശേഷം നമ്മുടെ കോഴിക്കോട് സ്റ്റാൻഡിൽ എത്തിയിട്ടുണ്ട്. ഇന്നാണെങ്കിൽ ഒടുക്കത്തെ വെയിലും. നല്ല ദാഹം തോന്നിയപ്പോൾ 2 ലൈമം കണ്ടടിച്ച് അതിന്റെ മോന കുടിച്ചപ്പോൾ ആശ്വാസം ഉണ്ടല്ലോ, പറഞ്ഞറിയിക്കാൻ പറ്റൂല. അത് കഴിഞ്ഞ് ഒരു അവിൽ മിൽക്ക് കൂടി പറഞ്ഞു. നമ്മുടെ സ്റ്റാൻഡിലുള്ള അവിൽ മിൽക്കും ലൈമൊക്കെ ഒരു ആവറേജ് ആയിട്ട് ഞങ്ങൾക്ക് തോന്നിയിട്ടുള്ളൂ. പൊതുവെ സ്റ്റാൻഡിലൊക്കെ ഡ്രിങ്ക്സ് ഒക്കെ അടിപൊളിയാവലുണ്ട്, എന്താ പറ്റിയെന്ന് അറിയില്ല. ഏതായാലും ആ ഒരു വെയിലത്തുനിന്ന് വന്ന് കുടിച്ചപ്പോൾ ഒരു ആശ്വാസം തോന്നി. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ വിട്ടത് നമ്മുടെ കോഴിക്കോട്ടുകാരുടെ പേര് കേട്ട ചാമ്പ്യൻസ് ഹോട്ടലിലേക്ക്. ഇതാണ് നമ്മുടെ ജലീൽ. പുള്ളിയാണ് പരമാവധി ബ്ലോക്ക് നിന്ന് ഒഴിവാക്കി നമ്മുടെ ഇവിടേക്ക് എത്തിച്ചത്. ഇതാണ് മക്കള് നമ്മുടെ ചാമ്പ്യൻ റെസ്റ്റോറന്റ്. ഒരു ചെറിയ കുഞ്ഞു ഹോട്ടലാട്ടോ. മുന്നിൽ തന്നെ വലിയ ഉരുളിയിൽ നല്ല ചോപ്പ് കളറിൽ ബീഫ് ഇങ്ങനെ വെട്ടി തിളച്ചോണ്ട് നിൽക്കുക. അതിന്റെ തൊട്ടടുത്ത് ബീഫ് ഫ്രൈ ഇങ്ങനെ സെറ്റ് ആക്കി നിൽക്കണം. വൈകുന്നേരത്തെ ഇവിടുത്തെ സ്പെഷ്യൽ ഇതൊന്നല്ല മക്കളെ, ഈ കാണുന്ന മ്യാരക സാധനം. എന്താ പേര് എനിക്ക് കറക്റ്റ് അറിയില്ല. ഒരു പായസം പോലത്തെ ഒരു സംഭവം. അതിൽ നമ്മുടെ പഴവും മുന്തിരിയും അണ്ടിപ്പരിപ്പൊക്കെ ഉണ്ടാക്കി സെറ്റ് ആക്കിയ ഒരു അടിപൊളി കുർമണേറ്റ്. ആകെ 20 രൂപ ആയിട്ടുള്ളൂ. എല്ലാവർക്കും നന്നായിട്ട് ഇഷ്ടപ്പെട്ടും ചെയ്യും. നമ്മുടെ കോഴിക്കോട്ടത്തെ വിശേഷങ്ങൾ കഴിഞ്ഞിട്ടില്ല. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.